നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആങ്കർ ചെയ്തു എന്നതിന്റെ പേരിൽ ചില സൈബർ ഇടങ്ങളിൽ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നടൻ മോഹൻലാൽ. എന്നാൽ ആ വിമർശനങ്ങൾക്കിടയിലെല്ലാം നടൻ മോഹൻലാലിന് അത്ര തന്നെ പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അദ്ദേഹത്തിന് വിമർശനങ്ങളൊന്നും പ്രശ്നമല്ല, അദ്ദേഹം ചെയ്യുന്നത് ശരിയായ വഴിയിലൂടെ തന്നെയാണ് എന്നും ആരാധകരും ഇഷ്ടക്കാരും അദ്ദേഹത്തിന് എന്നും കൂടെ തന്നെ ഉള്ളവരാണ് എന്നും തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് അമ്മയുടെ പ്രസിഡന്റ് പദവി മോഹിച്ച ഇടവേള ബാബുവിന് ഉൾപ്പെടെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് എതിരില്ലാത്ത വിജയം, മലയാള താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി വീണ്ടും മോഹൻലാൽ തന്നെ വരും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പ്രസിഡന്റായി നടൻ മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും. കാരണം മത്സരത്തിന് അദ്ദേഹം മാത്രമാണുള്ളത്. പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിപ്പിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ അധ്യക്ഷ സ്ഥാനത്ത് മോഹൻലാലിന് ഇത് 3ാം ഊഴം കൂടെയാണ്. അതേസമയം അമ്മ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കും എന്നും ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. അത് മാത്രമല്ല, ഇടതുവിരുദ്ധത വളരെയധികം പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഇത്തരം ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് ഈ സിനിമാ സംഘടനയുടെ ആ ഒരു തിരഞ്ഞെടുപ്പ് പട്ടികയിലും വ്യക്തമാണ് എന്ന് കൂടെ പറയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അമ്മയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുന്ന പല അഭിനേതാക്കളുടെ ലിസ്റ്റ് ഇത്തരം ഇടതുവിരുദ്ധത തന്നെ വ്യക്തമാക്കുന്നതാണ്. നടൻ മോഹൻലാലിനെ പോലെ തന്നെ എതിരില്ലാത്ത മത്സരാർത്ഥിയായിട്ടാണ് നടൻ ഉണ്ണി മുകുന്ദൻ മത്സരിക്കുന്നത്. ജോയ് മാത്യു തുടങ്ങിയിട്ടുള്ളവരൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇതിൽ ജോയ് മാത്യു എന്ന് പറയുന്നത് ഇടത് സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ആളാണ്. നടൻ ഉണ്ണി മുകുന്ദനെ പറയുന്ന സാഹചര്യത്തിലാകട്ടെ അദ്ദേഹത്തിന് പലപ്പോഴും സംഘിപ്പട്ടം ചാർത്തി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ചാണകം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു മറുപടിയായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു മത്സരത്തിൽ ഇറങ്ങുന്നത്. എന്തായാലും സംഘിപ്പട്ടം ചാർത്തി വളഞ്ഞാക്രമിക്കപ്പെടുന്ന പല സിനിമാ നടന്മാരുമാണ് ഇപ്പോൾ അമ്മ മത്സരത്തിന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഇപ്പോൾ സിനിമാ സംഘടനയായ അമ്മയിൽ പോലും മത്സരത്തിന്റെ ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അത് മാത്രമല്ല, 2 പതിറ്റാണ്ടിലധികമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇടവേള ബാബു ഇത്തവണ ഭാരവാഹിയാകാൻ ഇല്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതും ഇതോടൊപ്പം തന്നെ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യമാണ്. ജൂൺ 30-നാണ് അമ്മയുടെ വാർഷിക ജനറൽ ബോഡിയും ഭാരവാഹി തിരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നത്. അന്ന് സ്ഥാനം ഒഴിയുമെന്ന ഇടവേള ബാബു തന്നെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അധികാര ദുർവിനിയോഗം ചെയ്യാത്തയാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്നും ബാബു അപ്പോൾ പറഞ്ഞു. ഇനി ചിലപ്പോൾ ജോലിയായിട്ട് ഇത് കരുതേണ്ടി വരുമെന്നും അതിനു മുമ്പാണ് താൻ മാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പുതിയ ആൾക്കാർ വരേണ്ട സമയമായിട്ടുണ്ടെന്നും പുതിയ ചിന്തകൾ വരണമെന്നും ഒരുപാട് അധികാരങ്ങളുള്ള പോസ്റ്റാണ് ജനറൽ സെക്രട്ടറിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. അതൊന്നും ദുരുപയോഗം ചെയ്യാത്തയാൾ വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഞാനിപ്പോൾ ലാലേട്ടൻ പിന്മാറുന്നു എന്ന രീതിയിലാണ് നിന്നിരുന്നത്. കൂട്ടായി എടുത്ത ചർച്ചയിൽ അദ്ദേഹം ആ തീരുമാനം മാറ്റുകയായിരുന്നു. സംഘടനയിലെ ആളുകൾക്ക് രാഷ്ട്രീയം വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുമ്പ് ആർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല എന്നും അതേ സമയം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം ചെലുത്തുന്നവരാണ്. അത് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ തോന്നലാണ് അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടമെന്നും ഇടവേള ബാബു പറഞ്ഞു. അന്ന് മുതൽ വിമർശനങ്ങൾക്ക് ശക്തി കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ 3 കോടി രൂപ റെഗുലർ ആയിട്ട് വേണം. അതുണ്ടാക്കാൻ എളുപ്പമല്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇടവേള ബാബു തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് താൻ മാറുന്നു എന്ന് അറിയിച്ചത്. 3 കൊല്ലത്തിൽ ഒരിക്കലാണ് സംഘടനയിൽ സാധാരണ തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. ഈ മാസം 30-ന് കൊച്ചിയിൽ വെച്ച് ഇത്തരത്തിൽ പൊതുയോഗം നടത്താൻ പോകുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ മാസം 3 മുതൽ വിവിധ തലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്ന് പത്രിക സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. വോട്ടിന് അവകാശമുള്ള 506 അംഗങ്ങളാണ് അമ്മയിൽ ഉൾപ്പെടുന്നത്. എന്തായാലും അമ്മയിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം എന്നോണം മോഹൻലാൽ തന്നെയായിരിക്കും പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.